ഇന്ത്യയിൽ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ് ധ്രുവ് രാഠി എന്ന് പറയുന്നത്. ധ്രുവ് രാഠിയെ സംഘപരിവാറുകാർ ജർമ്മൻ ഷെപ്പേർഡ് എന്നാണ് പ്രധാനമായും വിളിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ ജർമ്മനിയിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ധ്രുവ് രാഠി ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഉൽപ്പന്നമാണെന്നും ധ്രുവ് രാഠി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും സംഘപരിവാർ കേന്ദ്രങ്ങൾ എപ്പോഴും ധ്രുവ് രാഠിക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. ധ്രുവ് രാഠി വീഡിയോ ചെയ്യുന്ന പല വീഡിയോകളും പലപ്പോഴും ധ്രുവ് രാഠിയെ പൊളിച്ചടുക്കിക്കൊണ്ടും ധ്രുവ് രാഠിയെ അഭിനന്ദിച്ചു കൊണ്ട് പല ആൾക്കാരും രംഗത്തെത്താറുണ്ട്. ധ്രുവ് രാഠി ചെയ്ത ദുരന്തറിന്റെ വീഡിയോ ഒക്കെ, അതായത് ദുരന്തർ സിനിമയുടെ വീഡിയോ ഒക്കെ അടപടലം തേഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം അതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ധ്രുവ് രാഠി വലിയ ട്രോളിനൊക്കെ ഇരയായിരുന്നു. ഇപ്പോഴിതാ ഡൽഹി ഹൈക്കോടതി ധ്രുവ് രാഠിയുടെ വീഡിയോയിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. യൂട്യൂബ് ധ്രുവ് രാഠിയുടെ വിവാദ വീഡിയോ സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ഒരു പ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപ്പീലിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഗ്രീവൻസ് അപ്പലേറ്റ് കമ്മിറ്റിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോടതിയുടെ ഈ ഉത്തരവ് അവഗണിക്കുന്നത് ഗൗരവമായി കാണുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ച് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2026 മാർച്ച് 21 ധ്രുവ് രാഠി അപ്ലോഡ് ചെയ്ത ഹിന്ദുക്കൾക്ക് ബീഫ് കഴിക്കാമോ, കേരള സ്റ്റോറി 2 അത് തുറന്നു കാട്ടുന്നു എന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടതാണ് ഈ മുഴുവൻ വിവാദവും. ഈ വിഷയത്തിൽ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷക അമിത് സച്ദേവ ധ്രുവ് രാഠി തന്റെ വീഡിയോയിൽ ഹിന്ദുമതത്തിലെ ആദരണീയരായിട്ടുള്ള ദൈവങ്ങളായ ശ്രീരാമൻ, സീത, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിവരെ കുറിച്ച് ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ അവർ മാംസവും മദ്യവും കഴിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.